കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അനുഭവങ്ങളുടെ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടും എന്തോ കാരണം കൊണ്ടത് പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. മാഴ്സ് അഥവാ ചൊവ്വ 9 നിന്നാലുള്ള അനുഭവ ഫലങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ നമ്മൾ റിസർച്ച് ടെക്സ്റ്റുകളുണ്ടല്ലോ, ഈ പല ടെക്സ്റ്റുകളും ജാതകങ്ങൾ വെച്ച് വരുന്ന ടെക്സ്റ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ ഈ മോട്ടിലാൽ ബനാറസി പോലുള്ള വാരണാസിയിലുള്ള ബുക്ക് സ്റ്റാളുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരുപാട് അസ്ട്രോളജി ബുക്സ് ഉണ്ട്. അത് പലരുടെ റിസർച്ച് ആയിട്ട് പലരുടെ കേസ് സ്റ്റഡീസും ഒക്കെ കൂടെ വെച്ചിട്ടാണ് ആ ബുക്ക് വരുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ട് അത് നമ്മുടെ പഠനത്തിലും കാര്യങ്ങളിലുമൊക്കെ നമ്മൾ ശ്രമിച്ചു നോക്കിയപ്പം അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കിയപ്പം അനുഭവമായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ലോകപ്രശസ്തരായിട്ടുള്ള പല കായിക താരങ്ങളുടെയും അതുപോലെ തന്നെ പോലീസ് സൈനിക മേധാവികളുടെയും ഒക്കെ പലരുടെയും ജാതകത്തിൽ മാഴ്സ് അഥവാ ചൊവ്വ 9, 12 അല്ലെ ലഗ്നം 7 ഇത്യാദി ഭാവങ്ങളിൽ നല്ല ബലപ്പെട്ട് ഷഡ്ബലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബലം വരും. ചൊവ്വയ്ക്കായിരിക്കും ഏറ്റവും ബലം. അതേപോലെ തന്നെ ഈ ജാതകങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലുള്ള കളികളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള നമ്മളിങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിന് പകരം ശരീരം കൊണ്ട് പ്രയത്നിക്കാൻ ഇഷ്ടപ്പെടുന്ന പലരെയും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അവർക്ക് ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അതായത് ഇരുന്ന് പണിയെടുക്കുക എന്ന് പറയുന്നത് അതിൽ നല്ല അവരങ്ങ് കെട്ടിയിട്ടിരിക്കുന്നതാണ്. അതേസമയത്ത് അവർ വീട്ടിലെ ജോലികൾ ചെയ്യും, പറമ്പിലെ ജോലികൾ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിൽ അത് ചെയ്യാം, ക്രിക്കറ്റ് കളിക്കാൻ പോകാം, അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള താല്പര്യങ്ങളുള്ള കായിക ഉപയോഗങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തെ വർക്ക് ചെയ്തുകൊണ്ട് തീർത്തും ഗ്രോസ് ലെവലിലുള്ള പല കാര്യങ്ങളും ഉള്ളവർക്ക് ഈ ചൊവ്വ ജാതകത്തിൽ നല്ല ബലമായിരിക്കും. പ്രത്യേകിച്ച് ഈ ലഗ്നാൽ 12-ലോ 9-ലോ ചൊവ്വ നിൽക്കുന്ന സമയത്ത് ഉള്ള ആരുടെയെങ്കിലുമൊക്കെ ജാതകങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നോക്കണം. ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ പോലെ കായിക വിനോദങ്ങളോടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സൈന്യം അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തുപ്പി വെക്കുന്ന ജോലി, അങ്ങനെയൊക്കെ എന്തിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ 9-ലെ ചൊവ്വ ബലപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കഠിനാധ്വാനത്തിലൂടെ ഉയർന്ന തലത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. കടുത്ത കഠിനാധ്വാനം. വ്യാഴം ബലപ്പെടാത്തൊരു ജാതകത്തിലാണ് ചൊവ്വ ബലപ്പെടുന്നതെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ഇവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി, നല്ല കഴിവും, ഇവരെ തോൽപ്പിക്കാനും സംസാരിച്ചോ മത്സരിച്ചോ ഇവരുടെ ധൈര്യത്തിൻ്റെ മുന്നിലോ ഒന്നും വേറൊരാൾക്ക് ജയിക്കാൻ പറ്റില്ല. പക്ഷേ ധർമ്മം ഉണ്ടാവില്ല. വ്യാഴം ബലപ്പെട്ടാൽ ഇതേ സെയിം തന്നെ ധർമ്മം ഉണ്ടാവും. അവർക്ക് ധർമ്മം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അധാർമികമായിട്ടുള്ള പല എടുത്തുചാട്ടങ്ങൾക്കും പല വഴക്കുകൾക്കും ഇതിനൊക്കെ ഈ ചൊവ്വയുടെ അമിതമായിട്ടുള്ള ബലം, അതായത് ക്രൂരനായ ഗ്രഹമാണ് ചൊവ്വ. ക്രൂരഗ്രഹം എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ. അപ്പം അക്രമത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അപ്പം വ്യാഴബലം, വ്യാഴദൃഷ്ടി, വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലൊക്കെ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പത്തി മടക്കും. ദൈവാധീനവും കൂടെ വരുത്തണം ഇവർ, ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ. പക്ഷേ ഇവരുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിയറിൽ കഠിനാധ്വാനം ചെയ്ത് നല്ല പൊസിഷൻസിലേക്ക് എത്തും. ഇവർക്ക് ഇഷ്ടമാണ് കഠിനാധ്വാനം ചെയ്യാനും അതുപോലെ തന്നെ ആ പൊസിഷൻസിലേക്ക് എത്താനും ഇവർക്ക് അതിശക്തമായിട്ടുള്ള ആഗ്രഹങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ജീവിതത്തോട് പ്രതിസന്ധികളെ ഇടിച്ചു നിൽക്കാൻ ഇതുപോലെയാണോ സൈന്യാധിപനായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ഒരു വലിയൊരു സൈന്യത്തിൻ്റെ നടുക്കിലേക്ക് ഇറങ്ങുന്നത്? അതുപോലെയാണ്. എനിക്ക് പലപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞത്, ഈ ബാഹുബലി പോലുള്ള സിനിമകൾ കാണുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ കുറേ ആൾക്കാരെ തൻ്റെ എതിരാളികളെ
ഫൈറ്റ് ചെയ്ത് മാറുന്നത് കണ്ടിട്ടില്ലേ? മറ്റേ നമുക്ക് അത്ഭുതം തോന്നും, ഇതെങ്ങനെയാണ് ധീരൻ അല്ലെങ്കിൽ വീരൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, വീരൻ ധീരൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചൊവ്വയുടെ ബലമാണ്. ചൊവ്വ 9 നിൽക്കുമ്പോൾ ചൊവ്വ നിമിത്തം വരുന്ന ഭാഗ്യമായിട്ടും ഇതിനെ കാണണം. ഇതിന് മറ്റു പല ദോഷങ്ങളുമുണ്ട്. പക്ഷേ ഈ ഒരു സൈഡ് നോക്കുമ്പം, കരിയറിൻ്റെ ഒരു സൈഡ് നോക്കുമ്പം, അത് അത്ര ദൈവാധീനമുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അവർക്ക് ഒരു ട്രാക്ക് കിട്ടിയാൽ, അവരൊരു താളത്തിൽ പോയാൽ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വിദേശ രാജ്യങ്ങളിൽ വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയവരുടെയോ അല്ലെങ്കിൽ വലിയ ടീമുകളെ നയിക്കുന്ന ആൾക്കാരുടെയോ അല്ലെങ്കിൽ സൈന്യം, പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ജാതകം പരിശോധിച്ചാൽ 9ാം ഭാവാധിപത്യമായിട്ട് ചൊവ്വയോ അല്ലെങ്കിൽ 9ൽ ചൊവ്വയോ അല്ലെങ്കിൽ 9ാം ഭാവാധിപത്യം വഹിച്ച ഗ്രഹം ചൊവ്വയുടെ നക്ഷത്രത്തിലോ ഒക്കെ നിൽക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവം ഭൗതികപരമായിട്ടുള്ള വിഷയങ്ങളെക്കാട്ടിലും കൂടുതൽ ആത്മീയപരമായിട്ടുള്ള വിഷയങ്ങളിലാണെങ്കിലും ചൊവ്വ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഭൗതിക ഗ്രഹമാണ്. കൂടുതലും ബുദ്ധിയെക്കാട്ടിലും കൂടുതൽ ചൊവ്വ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, അതായത് ഒരു മാഴ്സ് എനർജിയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കൂടുതലും ധൈര്യവും വീര്യവും ദുർബുദ്ധി, പരാക്രമം ഇത്യാദി വിഷയങ്ങൾ, സഹോദരങ്ങൾ, ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ, ബാഹ്യമായിട്ടുള്ള വ്യവഹാരങ്ങൾ, കൂടുതലും ഗ്രോസ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ദൂരയാത്രയെ സൂചിപ്പിക്കുന്നതൊക്കെ ഭാവങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തം നാടിനേക്കാൾ ദൂരദേശങ്ങളിൽ വിദേശങ്ങളിലോ ആയിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ 9ൽ ചൊവ്വ നിൽക്കുന്ന പലർക്കുമേ പല കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ലൈംഗിക വിഷയങ്ങളിലൊക്കെ ഒരു സ്പീഡ്, പ്രത്യേകിച്ച് ലൈംഗിക വിഷയങ്ങളിലൊക്കെ കുറച്ച് ചൊവ്വയുടെ കാരകത്വത്തിലുള്ള ചില കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വശം എന്ന് പറയും, ഈ വ്രതം എടുക്കത്തില്ലേ, ഈ കാവടി എടുക്കുക, അങ്ങനെയൊക്കെയുള്ള വ്രതം എടുക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിലും അവർ ആ ഒരു 100% ഇത് കൊടുത്ത് ആ ഒരു ബലം പിടിച്ച് ശക്തി കാണിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ആ മനോബലം കണ്ടിട്ടുണ്ട്. ഏതുപോലെയാണോ വഴക്കുണ്ടാക്കാൻ ആ മനോബലം കാണിക്കുന്നത്, അതുപോലെ തന്നെ ഇവർ ഏത് മേഖലയിൽ ഇടപെടുമ്പോഴും ആ ഒരു മനോബലം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ചൊവ്വയും പൂർണ്ണമായും ബലം വരുമ്പോഴും, അതുപോലെ തന്നെ 9ൽ നിൽക്കുന്ന ചൊവ്വയെക്കുറിച്ചാണ് പറയുന്നത്. ചൊവ്വ എവിടെ നിന്നാലും ചൊവ്വയ്ക്കാണ് ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ബലം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബലമുള്ള വിഷയം നമ്മളെ സ്വാധീനിക്കുമല്ലോ. അപ്പം ഇതൊക്കെ ചൊവ്വയ്ക്ക് ഏറ്റവും കൂടുതൽ ബലമുള്ള ഒരാളാണോ എന്നറിയാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് നോക്കാവുന്നതാണ്. എരി കൂടുതലായിട്ട് കഴിക്കുക, എരിവുള്ള ഭക്ഷണങ്ങളോട് നല്ല താല്പര്യം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു എരിവിനോടും ആ ഒരു എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടൊക്കെ ഒരു അക്രമ സ്വഭാവം, ഉള്ളിലൊരു ചെറിയ അക്രമ വാസനയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ജ്യോതിഷപരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കേസ് സ്റ്റഡീസ് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അച്ഛനുമായിട്ടുള്ള പിതാവുമായിട്ടുള്ള കടുത്ത ആശയപരമായിട്ടുള്ള ഭിന്നത കാരണം അച്ഛൻ വളരെ കർക്കശക്കാരനോ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് തന്നെ അച്ഛനിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വരാനോ ഉള്ളൊരു സാധ്യത ഒരുപാട് ജാതകങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമേ ചോദിക്കും, രവിയും കൂടെ മോശമാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ചോദിക്കും, നിങ്ങൾക്ക് അച്ഛനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? ഇപ്പം ചിലവർ പറയും എനിക്ക് കോളേജ് കാലം വരെ ഒന്നും വലിയ പ്രശ്നമില്ല, അതിനുശേഷം വലിയ വിഷയങ്ങളായിരുന്നു, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ ചിലവർ പറയും ചെറുപ്പത്തിലെ എന്നെ ഉപേക്ഷിച്ചു പോയിരുന്നു, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു പോയിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. അപ്പം മരിച്ചു പോവുക എന്നുള്ളത് അങ്ങനെ തന്നെ വരണം എന്നില്ല. കാരണം അത് ആ വ്യക്തിയുടെ ആയുസ്സിൻ്റെ ബലവും കൂടിയുണ്ട് ഇതിനകത്ത്. ആയുസ്സിന് ബലം കുറഞ്ഞ ഒരാളാണ് ഒരു 9ൽ ചൊവ്വ നിൽക്കുന്ന ഒരാളുടെ അച്ഛനായിട്ട് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ മരണം സംഭവിക്കും. പലപ്പോഴും പറയാറുണ്ട് 7 ചൊവ്വ 8 ചൊവ്വയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ മരിച്ചു, അങ്ങനെയൊന്നുമില്ല. അത് ആ വ്യക്തിയുടെ ആയുസ്സും കൂടി നോക്കണം. അതുകൊണ്ടാണ് 8ൽ ചൊവ്വയുള്ള ഒരാൾക്ക് ആയുർബലമുള്ള ഒരാളെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അങ്ങനെ ആയുർദോഷമൊന്നും വരാറൊന്നുമില്ല. അങ്ങനെ വരുത്തേയില്ല. എത്രയോ ജാതകങ്ങൾ, എത്ര ജാതകങ്ങൾ കണ്ടിരിക്കുന്നു. ഇപ്പം ആൾക്കാർ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് പാവദോഷം അല്ല പാവമധ്യസ്ഥിതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതുകൊണ്ടാണ്. അതിനകത്ത് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാവാം. മനസ്സിലാവുന്നത് ഏത് ഭാവത്തിലാണോ ചൊവ്വ നിൽക്കുന്ന ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻസിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരും, സംഘർഷങ്ങളുണ്ടാകും. ഇപ്പോൾ 4ൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അമ്മയുമായിട്ടൊരു പൊരുത്തക്കേടുകൾ കാലക്രമേണ പ്രത്യേകിച്ച് ഒരു 10-32 വയസ്സിന് ശേഷം ഉണ്ടാവും. അത് ഉറപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. 5 ചൊവ്വയാണെങ്കിൽ മാനസികമായിട്ടുള്ള പല ദേഷ്യങ്ങളും, മനസ്സുമായിട്ട് എപ്പോഴും ഒരു ശത്രുത ഉണ്ട്. ശത്രുകാരകനും കൂടിയാണ് ചൊവ്വ.
അപ്പോൾ അമ്മയോട് ശത്രുത 9 നിന്ന് കഴിഞ്ഞാൽ അച്ഛനോട് വരിക, 7 നിന്ന് കഴിഞ്ഞാൽ ഭാര്യയോടെ വരാൻ, അല്ലെ ഭർത്താവിനോട് വരാനൊക്കെ ഉള്ളൊരു സാധ്യത, അല്ലെ ഒരു അകൽച്ച, ഇങ്ങനെയൊക്കെ വരാം. പക്ഷേ ഇതെല്ലാം ദൈവാധീനവും നമ്മളുടെ ഒരു ഈ ജനന സമയത്ത് ഇതൊക്കെ എൻ്റെ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വരുന്ന തോട്ട് പ്രോസസ്സിനനുസരിച്ച് ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ തോട്ട് പ്രോസസ്സിനെ ഒന്ന് വിശകലനം ചെയ്ത് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഞാൻ എന്തിനാണ് ഈ പ്രശ്നത്തിലേക്ക് പോകുന്നത് എന്നുള്ള ഗ്രോസ് ലെവലിലും സെറ്റിൽ ലെവലിലും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ആ നമ്മുടെ തന്നെ തോട്ട്സിനെ നമുക്ക് റിഫൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം അച്ഛനുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ 9 ചൊവ്വ നിൽക്കുമ്പോൾ അതൊരു പൂർവ്വജന്മ പ്രാരാബ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നോക്കുകയും വേണം. ഇതും ഒരു അനുഭവമാണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആത്മീയതയിൽ ഒരു യുക്തിവാദം കണ്ടിട്ടുണ്ട്. ഈ 9 ചൊവ്വ നിൽക്കുന്നവർക്ക് ഒരു പരിധി കൂടുതൽ ഇവർക്ക് ഫിലോസഫിക്കലി അങ്ങോട്ട് കയറ്റി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അപ്പം കുഞ്ഞിന് 9 വിശ്വാസങ്ങളെ അങ്ങനെ ചിലപ്പോൾ അങ്ങ് പ്രോത്സാഹിപ്പിക്കത്തുമില്ല. അതൊക്കെ നമ്മളുടെ കഴിവല്ലേ, അപ്പോൾ നമ്മളുടെ കഴിവിനാണല്ലോ കൂടുതൽ പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. എനിക്കിഷ്ടമുള്ള പോലെ എല്ലാം ചെയ്യാം, പക്ഷേ അതിനാണല്ലോ ഈ ലൈഫ് എന്നൊക്കെ ചില ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ പുരാതന ഗ്രന്ഥങ്ങളെയും തത്വചിന്തകളെയും പലപ്പോഴും സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളെയും യുക്തിസഹമായിട്ട് ഇവർ വിശകലനം ചെയ്തിട്ട് അതിലെ സത്യാവസ്ഥ അവനവന് ബോധ്യമാവുന്ന കാര്യങ്ങളെ സത്യമായിട്ട് വിശ്വസിക്കുകയും സ്വന്തമായിട്ടത് ഗവേഷണം ചെയ്ത് കണ്ടെത്താനും ഒക്കെ താല്പര്യം ഉണ്ടാവും. ഇവർക്ക് സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുക, അത് മറ്റുള്ളവരുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കാനും തർക്കം ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യതയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് മനസ്സിലാക്കി അവനവനത് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത് സന്തോഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അത് മനസ്സിലായ കാര്യങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പം അപ്പുറത്തിരിക്കുന്ന ആളിന് മനസ്സിലായ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതില്ലാതെ പോയാൽ സംഘർഷം ഉണ്ടാവും. ഒരെണ്ണം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ്, അല്ല ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള സിദ്ധാന്തം നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ തന്നെ നമ്മുടെ ഒരു പകുതി പ്രശ്നം കുറയും, അല്ലേ? അങ്ങനെയാണ് എനിക്കും അത് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ പഴയ സ്വഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് തോന്നിയിട്ടുണ്ട്. പണ്ടുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളുടെയും കാരണം അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ പിന്നീട് കാലക്രമേണ മുന്നോട്ട് പോകുമ്പം പ്രശ്നങ്ങൾ വരാനുള്ളത് കർമ്മഫലാടിസ്ഥാനത്തിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അതിനോട് സമീപിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ വരും, സുഖങ്ങളും വരും, സന്തോഷങ്ങളും വരും, പക്ഷെ പ്രശ്നങ്ങളും വരും. പക്ഷെ അതിനോട് നമ്മളുടെ അപ്രോച്ച്, നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി മാറും. നമ്മുടെ ഇൻവെസ്റ്റിഗേഷനും അവെയർനെസ്സും ഒക്കെ കൊണ്ട്, നമ്മുടെ സെൽഫ് ഇൻവെസ്റ്റിഗേഷനും അവെയർനെസ്സും ഒക്കെ കൊണ്ട് തോട്ടിനെയൊക്കെ നമ്മളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ ശരിതെറ്റുകളെ മനസ്സിലാക്കി സ്വയം ഒരു തേർഡ് പേഴ്സണെ പോലെ നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതികൾ മാറും. അത് കുറച്ച് സമയമെടുക്കും. അത് നിരന്തരമായിട്ടൊരു പ്രാക്ടീസ് പോലെയാണ്. പ്രാക്ടീസ് ചെയ്ത് അതങ്ങ് ശരിയാവും. നമ്മളുമായിട്ട് അതിനൊരു അടുപ്പം വരും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വരും. പക്ഷേ ഇല്ലെങ്കിലും വരും കേട്ടോ. ഇല്ലെങ്കിലും കുറേ ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ട് ഒരു തിരിച്ചറിവൊക്കെ വരുമ്പോൾ, ഒരു 40+ അല്ലെങ്കിൽ 45+ ഒക്കെ വരുമ്പോഴത്തേക്ക് അവർ ചുരുങ്ങിക്കഴിയുമ്പം, ബാഹ്യമായ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അവർ ചുരുങ്ങിക്കഴിയുമ്പോൾ, വിഡ്രോ ചെയ്തിട്ട് അവർ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും വിശകലനം ചെയ്യുമ്പം, ഞാനിങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരോടും സംസാരിക്കുമ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, പണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ മാറി, എത്രയോ ഒതുങ്ങി എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം എൻ്റെ ഉള്ളിൽ പഴയ ഞാനില്ല, ഇപ്പം ഞാനൊക്കെ പോയി എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ളവരുടെയൊക്കെ ജാതകം എടുത്ത് നോക്കുമ്പോൾ ഈ ചൊവ്വയുടെ ഒരു ഇൻഫ്ലുവൻസസിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിട്ടുന്ന സോഫ്റ്റ്വെയറുകളിലൊക്കെ എടുത്തിട്ട് പല ആപ്ലിക്കേഷനിലും പല ഗ്രഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ കിട്ടാവുന്ന ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ളൊരു ബ്ലൈൻഡ് ടെസ്റ്റ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു വിശകലനം ഒരു 3-4 സോഫ്റ്റ്വെയറിലൊക്കെ ഇട്ടിട്ട് സാമാന്യവൽക്കരിച്ച് കളയാതെ അതിൻ്റെ സ്ഫുടങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും പറ്റും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എല്ലാവരെയും, ഈ ചൊവ്വയുടെ അതിദേവതയാണ് വാസ്തവത്തിൽ ജ്യോതിഷത്തിൻ്റെ ഗുരു സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ജ്യോതിഷം പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കാനും പറ്റൂ. പ്രത്യേകിച്ച് ആത്മീയ യുക്തിയുടെ കാരകനും കൂടിയാണ് വാസ്തവത്തിൽ ചൊവ്വ. അതായത് ആത്മീയ യുക്തി,
അതായത് ആത്മീയത, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അനുഭവമാണ്. അത് വ്യാഴമാണ്. അതിനെ ബാഹ്യമായ തലത്തിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കാനുള്ളൊരു ആത്മീയ യുക്തി, ഉറപ്പോടെ കോൺഫിഡൻ്റായിട്ട് അവതരിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം വേണം. അപ്പം സുബ്രഹ്മണ്യ സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചൊവ്വ 9 നിൽക്കുമ്പോഴുള്ള കാർമിക് ഡെപ്റ്റ് ആൻഡ് കാർമിക് മെറിറ്റിനെ കുറിച്ച് നോക്കാം. നമസ്കാരം.